ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ബൈസെക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബൈസെക്ടേഴ്സ് എന്ന് കഴിഞ്ഞാൽ അത് എന്താണ് ഞാൻ പറഞ്ഞു, കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ബൈസെക്ടർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബൈസെക്ടർ ഈസ് എ ലൈൻ വിച്ച് ഡിവൈഡ്സ് എ ലൈൻ ഓർ ആൻ ആംഗിൾ ഇൻറ്റു ടു ഈക്വൽ പാർട്സ്. എന്താണ്, ഒരു ലൈനിനെയോ ഒരു ആംഗിളിനെയോ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് മുറിക്കുന്ന ഒരു വരയാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ലൈനിനെയോ ആംഗിളിനെയോ രണ്ട് തുല്യമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് മുറിക്കുന്ന ലൈനിനെയാണ് നമ്മൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ബൈസെക്ടർ ഉണ്ട്, ലൈൻ ബൈസെക്ടർ ഉണ്ട്, ആംഗിൾ ബൈസെക്ടർ ഉണ്ട്. ലൈനിനെയാണ് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് മുറിക്കണമെങ്കിൽ നമ്മളതിനെ ലൈൻ ബൈസെക്ടർ എന്ന് പറയും. ഇനി ആംഗിളിനെ ഇപ്പോൾ എക്സാമ്പിൾ 60 ഡിഗ്രിയുള്ള ആംഗിളിനെ ഒരു ബൈസെക്ടർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 30 ഡിഗ്രിയുള്ള രണ്ട് ആംഗിളായിട്ട് കിട്ടും. ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ആംഗിളിനെ ഡിവൈഡ് ചെയ്യും. പിന്നെ ലൈൻ ഇപ്പോൾ 10 സെൻറ്റിമീറ്ററുള്ള ലൈനാണെങ്കിൽ നമ്മൾ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ 5 ആയിട്ട് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ആ ബൈസെക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യും. ബൈസെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു ലൈനിനെയോ ഒരു ആംഗിളിനെയോ രണ്ട് തുല്യ പാർട്സായിട്ട്, രണ്ട് ഈക്വൽ പാർട്സായിട്ട് ഭാഗിക്കുന്ന വരയാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ലൈൻ ബൈസെക്ടർ നോക്കാം. ലൈൻ ബൈസെക്ടേഴ്സ്. അപ്പോൾ ലൈൻ ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ അറിയാം, ലൈനിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ലൈനിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വരയാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. എപ്പോഴും ബൈസെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി വെർട്ടിക്കലി ആയിരിക്കും വര. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈൻ ബൈസെക്ടർ വരയ്ക്കണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എ ബിക്ക്, ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് ലൈനാണ്ടാവും. ഈ എ ബിക്ക് ആണ് ലൈൻ ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ഈ എ ബി എന്ന ലൈനിൻ്റെ ബൈസെക്ടർ വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എ ബി 10 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചു, അതിന് എ ബി എന്ന് പേര് കൊടുത്തു. 10 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ, അതിന് എ ബി എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ലൈൻ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ? ലൈൻ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ, രണ്ട് ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യും അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈസെക്ടർ വരുമ്പോൾ ഒരു സൈഡിൽ 5 മറ്റേ സൈഡിൽ 5 അല്ല, 5 + 5 10, രണ്ട് തുല്യ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം എപ്പോഴും ബൈസെക്ടർ വെച്ച് കഴിഞ്ഞാൽ. 4 6 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 10നെ കറക്റ്റ് നടുക്ക് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കണമെന്ന് നോക്കാം. ഞാൻ നിങ്ങൾ എടുക്കേണ്ടത് കോമ്പസാണ്. കോമ്പസിൽ പെൻസിൽ വെക്കാം. പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇത് കാണുന്നില്ല അവിടെ നിന്ന്, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതിലതിന് പെൻസിലില്ല, സ്പെക്സാണ് എടുക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കയ്യിൽ നമുക്കറിയാം എ ബി എന്ന ലൈൻ 10 സെൻറ്റിമീറ്റർ വരച്ചു. ഇതിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, 90 ഡിഗ്രി ആയിരിക്കും ഫോം ചെയ്യുക. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുക. 90 ഡിഗ്രി ഫോം ചെയ്യാനാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്താണ് സ്കെയിലും കോമ്പസും എടുത്തു അല്ലേ? ഇതാണ് നമ്മൾ കോമ്പസിൻ്റെ ടിപ്പ് എന്ന് വെച്ചാൽ ആ നീട്ടിലല്ലോ മോനുള്ള വശം എയിൽ കുത്താം. അതുകഴിഞ്ഞിട്ട് ഈ ലൈനിൻ്റെ മോർ ദാൻ ഹാഫ്, പകുതി കൂടുതൽ നീളം നിങ്ങൾ കോമ്പസിലെടുക്കുക. അപ്പം എന്താണ്, ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ, നിങ്ങൾ പകുതി കൂടുതൽ നീളം ഇവിടെ എടുത്തു. ഫസ്റ്റ് എയിൽ കുത്താം, മോർ ദാൻ ഹാഫ് ഉണ്ടാവും, ഏകദേശം പകുതി കൂടുതലുള്ള നീളം നമ്മൾ ഈ കോമ്പസിന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടിയിലേക്കും മുകളിലേക്കും ഒരു ആർക്ക് വരയ്ക്കും. എനിക്കിങ്ങനെ വരയ്ക്കാൻ പറ്റാത്ത ഞാൻ ജസ്റ്റ് സ്പെയിൽ ചോക്ക് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ കുത്താം, എന്ത് ചെയ്യേണ്ടത്, അടിയിലേക്കും മുകളിലേക്കും ആർക്ക് വരയ്ക്കാം. ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ നമ്മൾ അടിയിലേക്കും മുകളിലേക്കും, അത് ഈ എ എന്ന് പറഞ്ഞ വശത്ത് കുത്തിയാണ് നിങ്ങൾ കോമ്പസ് അനക്കരുത്. അതായത് ചെയ്യേണ്ടത് എയുടെ തുമ്പത്ത് കുത്താം, കോമ്പസ് വെച്ചിട്ട് എന്നിട്ട് അടിയിലും താഴെയും ആർക്ക് വരച്ചു. കോമ്പസ് അനക്കരുത്. ഇനി എന്താ, ഈ കോമ്പസ് അനക്കരുത്, എടുത്ത മെഷർമെൻറ്റ് അനക്കാൻ പാടില്ല. ഇത് തന്നെ എന്താ ചെയ്യുക, ബിയിൽ കുത്താം കേട്ടോ. മെഷർമെൻറ്റ് ഈ കോമ്പസ് നമ്മൾ എടുത്തത് മാറ്റാൻ പാടില്ല. നമ്മൾ ലെങ്ത് നോക്കണമെന്നില്ല. എന്താണ്, എയിൽ കുത്തിയിട്ട് പകുതി കൂടുതൽ നീളം, ഏകദേശം ഒരു 1/4 അല്ലെങ്കിൽ പകുതി കൂടുതലായിട്ട് എടുക്കണ്ട. അപ്പോൾ ഏകദേശം എഴുതേണ്ടത് നിങ്ങൾ സ്കെയിലിൻ്റെ മെഷർമെൻറ്റ് നോക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ വരയുടെ ഏകദേശം പകുതി കൂടുതൽ കോമ്പസ് എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതെന്ത് ചെയ്യുക, അവിടെ കുത്തി രണ്ട് ആർക്ക് വരച്ചു. സെയിം മെഷർമെൻറ്റ് തന്നെ, കോമ്പസിനുള്ള ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. സെയിം തന്നെ ബിയിൽ കുത്തി എന്ത് ചെയ്തു, നമ്മൾ ആർക്ക് വരയ്ക്കാം. അപ്പോൾ ബിയിൽ കുത്തി ആർക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ബിയിൽ കുത്തി ആർക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. സെയിം തന്നെ ഇവിടെ താഴത്തേക്കും വരയ്ക്കും.
അപ്പം എനിക്കിങ്ങനെ ഈ കോമ്പസിൻ്റെ അകത്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടും, രണ്ട് എന്താണ് ആർക്കുകൾ കൂട്ടിമുട്ടിയാണ് പോയിന്റ് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടിയിട്ടില്ലേ, ഇവിടെ മുട്ടിയിട്ടുണ്ട്, ഇവിടെ മുട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഇപ്പോൾ നമ്മൾ വരച്ചതാണ്. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അടുത്ത് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഇത്രയും ഭാഗം 5 സെൻറ്റിമീറ്ററും ഇത്രയും ഭാഗം 5 സെൻറ്റിമീറ്റർ ഉണ്ടാ. 10 സെൻറ്റിമീറ്റർ കറക്റ്റ് പകുതിയായിട്ട് രണ്ട് വശത്തേക്ക് ഡിവൈഡ് ചെയ്ത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഒരു ലൈൻ ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ലൈൻ ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് തന്നിട്ടുണ്ടാവും. ഏത് ലൈനിൻ്റെ ആണ് ബൈസെക്ടർ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും? ഡ്രോ ആൻ ആംഗിൾ ബൈസെക്ടർ ഓഫ് ലൈൻ AB 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളമുള്ള AB എന്ന ലൈനിൻ്റെ ലൈൻ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം നമുക്ക് 10 സെൻറ്റിമീറ്റർ വരയ്ക്കാം. AB നിങ്ങൾ കോമ്പസിൽ സ്കെയിലിൽ 10 സെൻറ്റിമീറ്റർ എടുക്കുക, AB എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ Aയിൽ കുത്തുക. ഈ നീഡിൽ മോനയുടെ വശമില്ലേ, മോനയുടെ വശം നിങ്ങൾ Aയിൽ കുത്തുക. അതുകൊണ്ട് ഈ വരയുടെ പകുതി കൂടുതലുള്ള ലെങ്ത്ത് കോമ്പസ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വരയിൽ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പകുതി കൂടുതലുള്ള നീളം നിങ്ങൾ എന്തിലെടുക്കുക? കോമ്പസിൽ എടുക്കുക. ഈ കോമ്പസ് ഞനക്കാൻ പാടില്ല, മെഷർമെൻറ്റ് വ്യത്യാസം വരുത്താൻ പാടില്ല കേട്ടോ. നിങ്ങളിവിടെ പിടിച്ചിട്ട് ഈ Aയിൽ നിന്ന് മുകളിലേക്ക് ആർക്കിട്ട് ചെയ്യുക, അടിയിലേക്ക് ആർക്കിട്ട് ചെയ്യുക. അപ്പോൾ Aയിൽ കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ആർക്കിട്ട് ചെയ്തു, ഇങ്ങനെ ആർക്കിട്ട് ചെയ്തു. കുറച്ച് നീട്ടത്തിലുള്ള ആർക്കിട്ട് ചെയ്തോ കേട്ടോ. ഏകദേശം ഇങ്ങനെ, കാരണം അപ്പുറത്തെ വരയിൽ കുത്തുമ്പോൾ അപ്പോൾ ആർക്ക് ടച്ച് ചെയ്ത് പോകണം. അപ്പോൾ ചെറിയ ആർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ടച്ച് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു നീളമുള്ള ആർക്ക് തന്നെ വരച്ചോളൂ. ഇനി എന്ത് ചെയ്യുക? ഈ സെയിം മെഷർമെൻറ്റ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ പാടില്ല. സെയിം മെഷർമെൻറ്റിന് നമ്മൾ ബിയിൽ കുത്തുക. ബിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക? അവിടെ നിന്നും താഴത്തേക്ക് മുകളിലേക്ക് രണ്ട് ആർക്ക് മാർക്ക് ചെയ്യുക. ബിയിൽ കുത്തി താഴത്തേക്ക് മുകളിലേക്ക് രണ്ട് ആർക്ക് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ രണ്ട് ആർക്ക് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ക്രോസ് ചെയ്ത് പോകുന്ന പോയിന്റില്ലേ, അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ അങ്ങനെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കോമ്പസ് എടുക്കാത്ത തന്നെയാണ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാത്തത്. നമ്മളൊന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. നിങ്ങൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാവും. അപ്പം ലൈൻ ബൈസെക്ടർ ഉപയോഗിച്ച് ഒരു ലൈനിനെ നമുക്ക് കറക്റ്റ് 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഞാൻ അപ്പോൾ നമ്മൾ ലൈൻ ബൈസെക്ടറിൻ്റെ കാര്യം പഠിച്ചു. ഞാൻ അടുത്തൊരു ബൈസെക്ടറിനെയും പഠിക്കാനുണ്ട്. അതാണ് ആംഗിൾ ബൈസെക്ടർ. ഒരു ആംഗിളിനെ തന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ബൈസെക്ട് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് നോക്കാം. ആംഗിൾ ബൈസെക്ടർ നമുക്ക് ഒരു ആംഗിൾ എക്സാമ്പിൾ ഞാൻ വരച്ചു തരാം. നമ്മൾ 60 ഡിഗ്രിയുള്ള ആംഗിൾ വരയ്ക്കാൻ പോകും. അപ്പോൾ ആംഗിൾ പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ആംഗിളൊക്കെ മെഷർ ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇങ്ങനെയാണ് ഇവിടെ 0 ആ 90 മുകളിലേക്ക് പോയിട്ടില്ലേ, ആ 90 മുകളിലേക്ക് പോയത് നമ്മൾ നടുക്ക് വയ്ക്കും അല്ലേ. ഏതവിടെ വയ്ക്കും നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെങ്ങനെയാണ് 60 മാർക്ക് ചെയ്യുക? നമ്മൾ ഈ നടുക്കത്തെ അല്ലേ, ഈ സൂര്യൻ്റെ പോലെ പോയിട്ടില്ലേ, കറക്റ്റ് നടുക്കൊരു വരയുണ്ടല്ലേ, അവിടെയാണ് നമ്മൾ പ്രൊട്രാക്ടർ ഈ ലൈനിൽ വയ്ക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലായില്ലേ? ജസ്റ്റ് ഇത് കേട്ടോ, ഇവിടെയാണ് ലൈനിൻ്റെ തുമ്പ് വരേണ്ടത്. അപ്പോൾ Aയിൽ നിങ്ങളത് വയ്ക്കണം. 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ, 90 ഡിഗ്രി ഇവിടെയാണ് ആണോ അല്ലേ? അതെ. നമുക്ക് വേണ്ടത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളിവിടെ 60 ഡിഗ്രി നോക്കാം. 0 തുടങ്ങി 60 വരെ വന്നത് ഏതാ നോക്കാം കേട്ടോ. 0 തുടങ്ങി 60 വരെ വന്നത്. അപ്പോൾ 0, 10, 20, 30, 40, 60 കിട്ടി. 60 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്കെയിൽ വെച്ചിട്ട് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 60 ഡിഗ്രിയുള്ള ആംഗിൾ. 60 ഡിഗ്രി ABC ആംഗിൾ നമ്മൾ ABC പേര് കൊടുത്തു. 60 ഡിഗ്രിയുള്ള ആംഗിൾ ABC നമ്മൾ വരച്ചു. നമുക്ക് ചോദ്യം ഇതല്ല, ഈ ABCയുടെ ബൈസെക്ടർ വരയ്ക്കാന്നാണ് നമ്മളോട് ചോദിച്ചത്. ഈ ആംഗിൾ ABCയുടെ ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടർ എന്താ വരയ്ക്കുമ്പോൾ എന്താ ചെയ്യുക? ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഈ 60 ഡിഗ്രി
കറക്റ്റ് പകുതിയായിട്ട് ഡിവൈഡ് ആവും. അപ്പോൾ 60യുടെ പകുതി എത്രയാണ്? 30. 60 ഡിവൈഡ് ബൈ 2 30 ആണല്ലേ. അപ്പം 2 30 ഡിഗ്രിയുള്ള ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിഞ്ഞും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണേന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ കോമ്പസിൻ്റെ ആവശ്യമുണ്ട്. കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ സ്കെയിലിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കുക. പകുതി കൂടുതൽ നീളമൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഏല് കുത്തിയിട്ട് എന്താണ് ഒരു മെഷർമെൻറ്റ് ഒന്നും എടുത്തിട്ടില്ല, സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കുക. ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ഏല് കുത്തുക, ആർക്ക് കട്ട് ചെയ്യുക. ഈ ലൈനിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെയൊക്കെ ഈ AC എന്ന ലൈനിലേക്കും AB എന്ന ലൈനിലേക്കും ആർക്ക് കട്ട് ചെയ്യുക. ഞാൻ ആംഗിൾ ജസ്റ്റ് മാർച്ചറിയാം എളുപ്പത്തിന് വേണ്ടിട്ടോ, ആർക്ക് തെറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി. 60 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെച്ചോളൂ. അങ്ങനെ വരയ്ക്കാം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു മെഷർമെൻറ്റ് എടുത്ത് കോമ്പസിൽ അത് ഏല് കുത്തി എന്താ ഈ ACയിലേക്കും ABയിലേക്കും നമ്മൾ ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ACയിലേക്ക് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ എന്താ ഏല് കുത്താം, ACയിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു. സെയിം അളവ് തന്നെ, അളവിന് വ്യത്യാസം വന്നില്ല, സെയിം ലെങ്ത് തന്നെ. ഏല് കുത്തി Bയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ACയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു, ABയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു. മനസ്സിലായല്ലോ. അപ്പോൾ 2 ആർക്കാണ് നമ്മൾ കട്ട് ചെയ്തത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ നമ്മൾ അപ്പോൾ ആ പോയിന്റ്, അപ്പോൾ ആർക്ക് കട്ട് ചെയ്ത് പോയിന്റ് കിട്ടിയല്ലോ, ആ പോയിന്റ് നമുക്ക് PQ എന്ന് പേര് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ആർക്ക് കട്ട് ചെയ്തതിന് ആ ലൈൻ ടച്ച് ചെയ്തതിന് പോയിന്റിന് നമ്മൾ PQ എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. ബൈസെക്ടർ വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Pയിൽ കോമ്പസ് കുത്താം. Pയിൽ കോമ്പസിൻ്റെ നീഡിൽ കുത്തും. Pയിൽ കോമ്പസിൻ്റെ നീഡിൽ കുത്തിയിട്ട് മെഷർമെൻറ്റ് മാറ്റം വരുത്തരുത്. നമ്മൾ Aയിൽ വെച്ച് Bയിലേക്കും ACയിലേക്കും ABയിലേക്കും ആർക്ക് കട്ട് ചെയ്തില്ലേ, ആ മെഷർമെൻറ്റ് ഇടയ്ക്ക് മെഷർമെൻറ്റിന് വ്യത്യാസം വരുത്താൻ പാടില്ല. ആ മെഷർമെൻറ്റ് തന്നെ യൂസ് ചെയ്ത് തുടക്കം മുതൽ അവസാനം വരെ കോമ്പസിൻ്റെ മെഷർമെൻറ്റുകൾ മാറ്റരുത്. നമ്മളൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന വരെ സെയിം മെഷർമെൻറ്റാണ് എടുക്കുക, വേറെ മെഷർമെൻറ്റുകൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. നിങ്ങൾ അനങ്ങാണ്ട് പോലും എന്താണ് നിങ്ങൾ കോമ്പസ് അങ്ങോട്ടൊന്നും കാണിക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ ഞങ്ങൾ മെഷർമെൻറ്റ് തെറ്റിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ Pയിലും നീഡിൽ കുത്താം. Pയിൽ നീഡിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, Pയിൽ നീഡിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. ഇങ്ങനെ വന്നു. എന്താ ചെയ്യുക, ഈ സെയിം മെഷർമെൻറ്റ് തന്നെ Qയിലാണ് കുത്തേണ്ടത്. Qയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആർക്ക് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നടുക്ക് ഒരു 2 ആർക്കുകൾ നമ്മൾ ക്രോസ് ചെയ്തൊരു പോയിന്റ് കിട്ടും. എന്ത് ചെയ്യണ്ടേ, ഈ പോയിന്റ് നിങ്ങൾ എന്താണ് ഈ Aയിലേക്ക് ജോയിൻ ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കൈകൊണ്ട് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾ Aയിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ നീട്ടി ജോയിൻ ചെയ്തോളൂ, ലൈനിങ്ങൾ നീട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഈ ലൈനാണ് നമ്മുടെ ആംഗിൾ ബൈസെക്ടർ. മനസ്സിലായോ. അപ്പോൾ എന്തായിരിക്കും, ഈ ഇത്രയും ഭാഗം മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡിഗ്രി കിട്ടും, 30 ഡിഗ്രി കിട്ടും. ഇത്രയും ഭാഗം മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 30 ഡിഗ്രി കിട്ടും കേട്ടോ. അപ്പോൾ 60 ഡിഗ്രിനെ 2 ഈക്വൽ പാർട്ടായിട്ട് 2 ഈക്വൽ ആംഗിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പ് എളുപ്പമാണ്. 2-3 പ്രോബ്ലം ചെയ്യുന്നത് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ചാൽ മതി, എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ലൈൻ ബൈസെക്ടർ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. 2 പോയിന്റും കുത്തിയിട്ട് അങ്ങോട്ട് ആർക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. പക്ഷേ ആംഗിൾ ബൈസെക്ടറിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ 60 ഡിഗ്രി ഉള്ള ABC, ഞാൻ മെഷർമെൻറ്റ് എടുക്കാതെ തന്നെ 60 ഡിഗ്രി ഉള്ള ഇതാണ് 60 ഡിഗ്രി കേട്ടോ. 60 ഡിഗ്രി ആംഗിളുള്ള ആംഗിളാണത് ABC. 60 ഡിഗ്രി ആംഗിളാണ്. നമ്മൾ ഇതിൻ്റെ ബൈസെക്ടർ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആംഗിൾ ബൈസെക്ടർ ആണോ ലൈൻ ബൈസെക്ടർ ആണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. ലൈൻ ബൈസെക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ, ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെ. ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. നമ്മൾ കോമ്പസിൽ ഇഷ്ടമുള്ള നീളം എടുക്കുക, ഇഷ്ടമുള്ള നീളം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏല് കുത്തിയിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യുക. എവിടേക്ക്, ഈ AC എന്ന ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക, AB എന്ന ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ACയിലേക്ക് ആർക്ക് കട്ട് ചെയ്യണം. കോമ്പസ് നിങ്ങൾ ഏല് കുത്തുക, കോമ്പസ് അനക്കാൻ പാടില്ല. അപ്പോൾ ACയിലേക്ക് നമ്മൾ ആർക്ക് കട്ട് ചെയ്യും. എന്നിട്ട് വരെ കിട്ടി അല്ലേ. നിങ്ങൾ ആ സെയിം തന്നെ ഉപയോഗിച്ച് കണ്ട ABയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യും. കിട്ടിയല്ലോ. അപ്പോൾ ABയിലും ACയിലും ഓരോ ആർക്കുകൾ ഇത് നിങ്ങൾക്ക് കിട്ടി. ഇതാണ് അപ്പോൾ നമ്മൾ വരച്ചാൽ ആർക്ക്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്
കളർ ചുവപ്പ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആർക്കുകൾ നമ്മൾ കണ്ടു അല്ലേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളിനി ഈ ആർക്ക് ഈ ലൈനിൽ ടച്ച് ചെയ്ത് പോയില്ലല്ലോ, ആ പോയിന്റ് നമ്മൾ പി ക്യൂ കൊടുത്തു. ആർക്ക് ലൈനിൽ ടച്ച് ചെയ്തതിൻ്റെ പോയിന്റ് നമ്മൾ പി ക്യൂ എന്ന് കൊടുത്തു. പി ക്യൂ എന്ന് കൊടുത്തിട്ട് എന്താ ചെയ്യുക? പി ക്യൂ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇനി ആ പിയിലും ക്യൂവിലും വെച്ചിട്ടാണ് നമ്മൾ ആർക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോമ്പസിലെ അളവുകളൊന്നും മാറ്റരുത് കേട്ടോ. കോമ്പസിൻ്റെ അളവ് സെയിം തന്നെയാണ് ഞാൻ എടുത്തത്, ഞാൻ മാറ്റിയിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ് പിയിലാണ് കുത്തേണ്ടത്, എയിലല്ല കുത്തേണ്ടത്. ഞാൻ പിയിൽ കുത്തി ആർക്ക് കട്ട് ചെയ്യുക, ക്യൂവിൽ കുത്തി ആർക്ക് കട്ട് ചെയ്യുക. ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം നമ്മൾ എയിൽ കുത്തി 2 ആർക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ പിയും ക്യൂവും അപ്പോൾ പോയിന്റ് കിട്ടി. നമ്മൾ പിയിലും ക്യൂവിലും കുത്തിയാണ് ഞാൻ ആർക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിയിൽ കുത്തിയിട്ട് അടുത്ത ആർക്കുകളിലേക്ക് ആർക്ക് ഇവിടെ ഇങ്ങനെ ആർക്ക് വരും. അടുത്തെന്താ സെയിം കോമ്പസിൻ്റെ മെഷർമെൻറ്റ് മാറ്റാൻ പാടില്ല. സെയിം മെഷർമെൻറ്റ് തന്നെ നമ്മൾ ക്യൂവിൽ കുത്താം, ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. ഈ 2 ആർക്കുകൾ നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതും എന്താ നമ്മൾ സെൻറ്റർ എ എന്ന ലൈനായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഈ ലൈനാണ് നമ്മുടെ ഈ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ 30 ഡിഗ്രി കിട്ടും, ഇതും 30 ഡിഗ്രി കിട്ടും കേട്ടോ. അപ്പോൾ 60 ഡിഗ്രി എന്ന ആംഗിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. മെയിനായിട്ട് 2 ബൈസെക്ടറാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ലൈൻ 6.5 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ എന്താണ്? ലൈൻ ബൈസെക്ടർ ആണ് വരയ്ക്കേണ്ടത് അല്ലേ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈസെക്ടർ ആണ്. അതാണ്. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ് ചോദ്യം. നിങ്ങൾക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. എന്താണ്? 6.5 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈനിൻ്റെ 6.5 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്കെയിലും കോമ്പസൊക്കെ എടുത്ത് വെക്കണം കേട്ടോ ക്ലാസ്സിൽ. എന്താണ് നമ്മൾ സ്കെയിലിൽ 6.5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അത് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. 6.5 സെൻറ്റിമീറ്റർ നിങ്ങൾ ലൈൻ മെഷർമെൻറ്റ് വരയ്ക്കുക. ഞാൻ കുറച്ച് വലുതാക്കിയായിരിക്കും വരയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ 6.5 എടുത്ത് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കിയായിരിക്കും വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ 6.5 എടുത്ത് വരയ്ക്കുക. ഇതാണ് 6.5 സെൻറ്റിമീറ്റർ. നമ്മൾ പേര് കൊടുത്തു എ ബി. ആ ലൈൻ എ ബി 6.5 സെൻറ്റിമീറ്റർ. ഇതിപ്പോൾ എന്താണ്? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മാതിരി എന്താണ്? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് പകുതി കൂടുതൽ നീളം നിങ്ങൾ ഈ കോമ്പസിൽ എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? പക്ഷേ എനിക്ക് പകുതി കൂടുതൽ നീളം കിട്ടില്ലേ കോമ്പസിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ഏല് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. ഏല് കുത്തിയിട്ട് അടിയിലേക്ക് മാർക്ക് കട്ട് ചെയ്യുക. മനസ്സിലായോ? ഞാൻ കുറച്ച് നീട്ടം കുറയ്ക്കാം കേട്ടോ. ഈ കോമ്പസ് എനിക്ക് ഇത്രയും നീളത്തിൽ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അവരുടെ ഇപ്പം നമുക്ക് പകുതി കൂടുതൽ നീളം കിട്ടിയിട്ടുണ്ട്, ഏകദേശം പകുതി കൂടുതൽ നീളം കിട്ടിയിട്ടുണ്ട്. ഏല് ടച്ച് ചെയ്തിട്ട് ആർക്ക് വരച്ചു. ഏകദേശം പോയി ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഏല് കുത്തി നമ്മൾ 2 ആർക്ക് വരച്ചു കേട്ടോ. ബോർഡായാലാണ് എനിക്കധികം വരയ്ക്കാൻ പറ്റാത്തത് കേട്ടോ. ഏല് കുത്തിയിട്ടോ. ഏല് കുത്തി ആർക്ക് വരച്ചു. സെയിം മെഷർമെൻറ്റ് തന്നെ എന്താ അടിയിലേക്കും ഒരു ആർക്ക് വരച്ചു. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സെയിം മെഷർമെൻറ്റ് നമ്മൾ ബിയിൽ കുത്താം. ബിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ബിയിൽ കുത്തിയിട്ട് ആർക്ക് കട്ട് ചെയ്യുക. എനിക്കിവിടെ എത്തൂല, അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ബി കയറ്റാണ്ടോ. ഈ കോമ്പസ് എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കണം കേട്ടോ. 6.5 കറക്റ്റ് എടുത്ത് വരയ്ക്കാൻ നമുക്ക് നോട്ട്ബുക്കിലെത്തും. ബോർഡ് ആയതുകൊണ്ടാണ് എത്താത്തത്. എന്താ? ഈ ബിയിൽ കുത്താം കണ്ടോ, ആർക്ക് കട്ട് ചെയ്യുക. സെയിം പോലെ തന്നെ അടിയിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കണ്ടോ? 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് കിട്ടിയില്ല. എന്നാൽ ആദ്യം നമ്മൾ എന്താ ചെയ്ത്? എ ബി 6.5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. എന്നിട്ട് ഏല് കുത്തി മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്തു, താഴത്തേക്ക് ആർക്ക് കട്ട് ചെയ്തു. സെയിം മെഷർമെൻറ്റ് തന്നെ ബിയിൽ കുത്തി മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്തു, താഴത്തേക്ക് ആർക്ക് കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് ഇനി നമ്മൾ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ കൂട്ടിയത്, ഇവിടെയാണ് ഇവിടെ കൂട്ടി അല്ലേ. നമ്മൾ എന്തായാലും സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ തന്നെ നീട്ടി വരയ്ക്കാം കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചോളൂ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടി. നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ വരച്ചു.
നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിയും. അപ്പോൾ പകുതി എത്രയായിരിക്കും? 6.5ന്റെ പകുതി എന്ന് പറയുന്നത് 3.25 ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 6.5ന്റെ പകുതി എന്ന് പറയുന്നത് 3.25 സെൻറ്റിമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അത് മെഷർമെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. 6.5 സെൻറ്റിമീറ്ററിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സെൻറ്റർ തുടങ്ങി എ വരെയുള്ള 3.25, ഈ സെൻറ്റർ തുടങ്ങി ബി വരെയുള്ള 3.25 ആയിരിക്കും. അതിൻ്റെ പകുതിയാണ് കിട്ടിയത്. 6.5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് പകുതി കിട്ടും കേട്ടോ. 6.25 പ്ലസ് 3.25 പ്ലസ് 3.25 എന്ന് പറയുന്നത് 6.50 ആണല്ലോ. 6.50 എന്ന് പറഞ്ഞാൽ 6.5. ഇപ്പോൾ പറപ്പിനെ വെച്ചിട്ട് വരയ്ക്കാനേ ഉള്ളൂ, ഇത് മെഷർമെൻറ്റ് കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ വരച്ചാൽ മതി. അപ്പോൾ 6.5നെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 3.25 3.25 ഉള്ള 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 6.5ന്റെ പകുതി ഇങ്ങനെ കണ്ടുപിടിക്കുക. 6.5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ എന്തോരും? 6.5 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 3. 2 × 3 ആണ് 6 അല്ലേ? 0 പോയിന്റ് എന്താണ് 5. 5 2 ടൈംസ് 4 1 0. അപ്പോൾ 5 കണ്ടോ? അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പകുതി കിട്ടുക. 6.5 സെൻറ്റിമീറ്റർ പകുതി കണ്ടുപിടിക്കാനുണ്ട്. 6.5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ ഈ നീളവും കിട്ടും. എക്സാമിന് അങ്ങനെ ഒരു ഭാഗത്തെ നീളം അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. ഈ 6.5നെ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3.25 ആണ് ഇവിടെ കിട്ടും. ഇവിടെ 3.25 ആണ് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും 3.25 പ്ലസ് 3.25 0 1 5 6 കേട്ടോ. 6.5 കിട്ടും. നിങ്ങൾ ആംഗിൾ ലൈൻ ബൈസെറ്റ് വരയ്ക്കണം എങ്ങനെയാണ് പഠിച്ചു. അപ്പോൾ ഏത് നീളമുള്ള ലൈൻ തന്നാലും 6.5 7.5 8.5 ഏത് എത്ര നീളമുള്ള ലൈനിൻ്റെ, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ എത്ര നീളമുള്ള ലൈൻ തന്നാലും പെർപെൻഡിക്കുലർ ബൈസെറ്റ് വരയ്ക്കുന്ന സ്റ്റെപ്സ് സെയിം ആണ്. എന്താ? ആ സെൻറ്റിമീറ്റർ പണ്ടുള്ള ലൈൻ വരയ്ക്കുക. നിങ്ങൾ മോർ ദാൻ ഹാഫ് കോമ്പസ് എടുക്കുക കേട്ടോ. മോർ ദാൻ ഹാഫ് ലെങ്ത്ത്, ഈ എ ബിയുടെ പകുതി കൂടുതൽ നീളം നിങ്ങൾ കോമ്പസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ കുത്തി അടിയിലേക്ക് മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക, ബിയിൽ കുത്തി അടിയിലേക്ക് മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. ആ ആർക്കുകൾ തമ്മിൽ കൂട്ടി യോജിക്കുന്ന പോയിന്റിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത് എന്താണ്? അടുത്ത് നമ്മൾ ആംഗിൾ ബൈസെക്ടറാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ കാണുന്ന അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇത് തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. കാരണം ആംഗിൾ ബൈസെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ എന്താ? ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ് ബൈസെക്ടർ. അല്ല, 75 ഡിഗ്രി ഉള്ള ആംഗിൾ വരയ്ക്കുക, അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. അതാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ ആംഗിൾ വരയ്ക്കണം. ആംഗിൾ വെച്ചിട്ടല്ലേ ബൈസെക്ടർ വരയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ആംഗിൾ മെഷർമെൻ്റ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾ അടിയിൽ ഇഷ്ടമുള്ള നീളത്തിൽ എഴുതി വരയ്ക്കുക. അത് നമുക്ക് മെഷർമെൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്കിവിടെ ആംഗിൾ ബൈസെക്ടറാണ്, അപ്പോൾ ആംഗിളിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ ഇഷ്ടമുള്ള നീളത്തിൽ നിങ്ങളൊരു എ ബി വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് നമുക്കിവിടെ വേണ്ടത് പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് മാർക്ക് ചെയ്യണം? പ്രൊട്രാക്ടറിൽ വെച്ച് നമ്മൾ 75 ഡിഗ്രി ഈ ഇവിടെ മാർക്ക് ചെയ്യണം. 75 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ എ എന്ന പോയിന്റിൽ ഞാൻ പ്രൊട്രാക്ടർ വയ്ക്കുകയാണ്. ഇത് നേരെ 90 ഡിഗ്രി വരില്ലേ? 90 ഡിഗ്രി തന്നെ നേരെ താഴെയാണ് നമ്മൾ എ വയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ 90 ഡിഗ്രി നേരെ വന്ന രീതിയിലാണ് ഞാൻ എയുടെ തൊട്ട് മുകളിൽ 90 ഡിഗ്രി വേണം. അങ്ങനെ രീതിയിലാണ് നമ്മൾ പ്രൊട്രാക്ടർക്ക് അറിയാൻ വേണ്ടോ? അതിന് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ പ്രൊട്രാക്ടറൊക്കെ വയ്ക്കാൻ. അപ്പോൾ എന്താ? നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചു. നമുക്ക് എന്താണ് വേണ്ടത്? 75 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 75 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുക. 0 തുടങ്ങി 75 വരുന്നത് അല്ലേ? അപ്പോൾ രണ്ട് റീഡിങ്സ് നിങ്ങൾക്ക് കാണാം. ഒന്ന് പറയുന്നത് 180 170 160 അങ്ങനെ പോകുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ അതല്ല എടുക്കേണ്ടത്. തൊട്ട് താഴെ 0 തുടങ്ങണം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ 0 10 20 30 40 എന്ന് പോയിട്ടില്ലേ? അങ്ങനെ പോയതിൻ്റെ 75 എടുക്കുക. 75 എന്ന് പറയുന്നത് 70ക്കും 80ക്കും ഇടയിലുള്ള ലൈനായിരിക്കും 75. ഒരു ചെറിയ ലൈൻ സ്കെയിലൊക്കെ നമ്മൾ 5 മാർക്ക് ചെയ്യില്ലേ? 0.5. അപ്പോൾ 6.5 നിങ്ങൾ സ്കെയിലെടുത്ത് എങ്ങനെയാണ്? അതേപോലെ തന്നെയാണ് എന്തെടുക്കുക? 75 എടുക്കുക. 70ക്കും 80ക്കും നടുക്കുള്ള ആ ചെറിയ വരയാണ് 75. അറിയാൻ വേണ്ടോ അല്ലേ? 75. അപ്പോൾ നമ്മൾ 75 മാർക്ക് ചെയ്തു. ഓക്കെ, 75 നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് ഇതാണ് നമ്മൾ 75 മാർക്ക് ചെയ്തത്.
ഇതാണ് 75 ജസ്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഈ ലൈൻ ഈ എയിൽ എത്തിയിട്ട് ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. കേട്ടോ, ABC ഇതാണ് സി. നമുക്ക് എത്ര കിട്ടി? ഇതാണ് നമ്മുടെ 75 ഡിഗ്രി. അപ്പോൾ 75 ഡിഗ്രിയുള്ള ആംഗിൾ നമ്മൾ വരച്ചു. AB ഇഷ്ടമുള്ള നീളത്തിൽ വരയ്ക്കുക, എയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക, 75 ഡിഗ്രി മാർക്ക് ചെയ്യുക, അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ABC 75 ഡിഗ്രി നമ്മൾ വരച്ചു. നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വയ്ക്കാനായിട്ട് തന്നെ നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുക്കുക. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചോക്ക് വെള്ളത്തിൽ കുത്തിക്കിട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇഷ്ടമുള്ള മെഷർമെൻറ്റ് പകുതി കൂടുതൽ നിങ്ങളൊന്നും ഞാൻ പറയണില്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു മെഷർമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കോമ്പസിലെടുക്കുക, എയിൽ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ AC എന്ന ലൈനിലേക്ക് ഒരു ആർക്ക് ഇട്ടേ. കണ്ടോ, ഇങ്ങനെ ഒരു ആർക്ക് ഇട്ടേ. AC എയിൽ കുത്തി. അതേ മെഷർമെൻറ്റ് തന്നെ എന്ത് ചെയ്യുക? ABയിലേക്ക് ഒരു ആർക്ക് ഇട്ടേ. കണ്ടോ, 2 ആർക്ക് കിട്ടിയില്ലേ? AC എന്ന് പറഞ്ഞ ആർക്ക് കിട്ടി, ABയിൽ ഒരു ആർക്ക് കിട്ടി. ACയിൽ ഒരു ആർക്ക് കിട്ടി, ABയിൽ ഒരു ആർക്ക് കിട്ടി. അപ്പോൾ ആ ആർക്കിന് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ആർക്കും ലൈനും കൂടി ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതല്ലേ? ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കാം, PQ. ഇനി നമ്മൾ തന്നെ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെ കുത്തിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്? അത് നമ്മൾ Pയിലും Qയിലും കുത്തിയിട്ട് വേണം ആ ആർക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ തന്നെ കോമ്പസ് എടുക്കുക. മെഷർമെൻറ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ Aന്ന് Pയും Qയും വരച്ചില്ലേ ആർക്ക്, ആ മെഷർമെൻറ്റ് തന്നെയാണ് കോമ്പസിൽ ഇരിക്കുന്നത്. കോമ്പസിൽ മെഷർമെൻറ്റ് വ്യത്യാസം വരുത്തിയിട്ടില്ല. എന്താണ്? Pയിൽ കുത്തിയിട്ട് ഇങ്ങനെ ആർക്ക് വരച്ചു. കണ്ടോ, Pയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. നമ്മൾ Qയിൽ കുത്തിയിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു ആർക്ക് വരച്ചു. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. Pയിൽ കുത്തിയിട്ട് ആർക്ക് വെച്ചു, സെയിം മെഷർമെൻറ്റിൻ്റെ Qയിലും കുത്തിയിട്ട് ആർക്ക് വരച്ചില്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ നടുക്ക് കിട്ടിയല്ലേ, ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ്. അതും ഈ Aയുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യണം. കൈ വെച്ച് ജോയിൻ ചെയ്ത് വളഞ്ഞു പോകും. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. കുറച്ച് നീട്ടി വരയ്ക്കാം. അടുപ്പിലാകുമ്പോൾ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് കിട്ടും. ബോർഡിൽ അങ്ങനെ നീട്ടി വരച്ചു. നമ്മൾ നീട്ടി വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതാണ് നമ്മുടെ ഞാൻ ഈ മഞ്ഞ ലൈനിൽ വരച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ എന്ത് ആംഗിൾ ബൈസെക്ടർ. വേണമെങ്കിൽ പേര് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പേര് കൊടുക്കാം. AD ആണ് അപ്പോൾ നമ്മുടെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. AD മനസ്സിലായല്ലോ? ആംഗിൾ ബൈസെക്ടറിന്റെ പ്രത്യേകത ഏതാണ്? ഈ 75 ഡിഗ്രീനെ കറക്റ്റ് പകുതിയായിട്ട് 2 ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്ര ആംഗിൾ എത്രയായിരിക്കും? 75ന്റെ പകുതി. 75ന്റെ പകുതി എത്രയാണ്? 75 ഡിവൈഡ് ബൈ 2. 3, 6, 15, 7, 14, 1 അല്ലേ? 1 പോവില്ല. 0.05 37.5 ആണ് എന്ത് ഓരോ ആംഗിളുടെ നീളം എന്ന് പറയുന്നത്, മെഷർ എന്ന് പറയുന്നത്. ഇത് 37.5 ഡിഗ്രി ആയിരിക്കും. ഇതും 37.5 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? 37.5 ഡിഗ്രിയുള്ള 2 ആംഗിളായിട്ട് ഈ 75 ഡിഗ്രി ആംഗിളിനെ 37.5 ഡിഗ്രി ഉള്ള ആംഗിളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ആംഗിൾ ബൈസെക്ടറും ലൈൻ ബൈസെക്ടറും വരയ്ക്കാൻ എങ്ങനെയാണ് പഠിച്ചല്ലോ. തൽക്കാലം നമുക്ക് ഇന്ന് ഈ 2 വെച്ച് നിർത്താം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്? ലൈൻ ബൈസെക്ടർ പഠിച്ചു, ആംഗിൾ ബൈസെക്ടർ പഠിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വരച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 2 മെസ്സേജ് അയക്കുക ചെയ്യുക. അപ്പോൾ ഞാനൊന്നുമില്ല വരയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഞാൻ ആർക്കും എന്തെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എളുപ്പമാണ്. ഒരു എക്സാമിന് എന്തായാലും ചോദിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബൈസെക്ടർ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്, നിങ്ങൾ ഒട്ടിൽ വരയ്ക്കുക. താങ്ക് യു.